ഹലോ, ഹായ്. ഇങ്ങനെ ബിഗ് ബോസിലേക്ക് ഇപ്പോൾ 6 വൈൽഡ് കാർഡുകൾ എൻ്റർ ആയിക്കുവാണ്. ഇന്ന് ലൈവിൽ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ആവും. അങ്ങനെ 6 പേര് കയറി. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് കയറിയില്ലെന്നായിരിക്കും ഒരുപാട് പേരുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയാൻ ബാധ്യസ്ഥനാണല്ലോ, അപ്പോൾ അത് പറയാനാണ് ഞാൻ വന്നത്. അത്രയ്ക്ക് സന്തോഷത്തോടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്, കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ആയിരുന്നു ബിഗ് ബോസ്. പക്ഷേ എനിക്കവിടെ എത്താൻ പറ്റിയില്ല. ഞാൻ ഈ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച വരെ ഞാൻ ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തു ബിഗ് ബോസിൻ്റെ കോളിന് വേണ്ടി. പക്ഷേ അത് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നില്ല. പിന്നെ എനിക്ക് ഇന്നർ ഇൻഫർമേഷൻ ഇതാണ് കിട്ടി, 5-6 പേര് കയറുന്നുണ്ടെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചു 6 പേര് കാണത്തില്ല, അപ്പോൾ അതിലൊരാളായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴും കണ്ടില്ല. അപ്പോൾ ഇനിഷ്യലി ബിഗ് ബോസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഇപ്പോൾ മുമ്പ് ജുനൈസിൻ്റെ ഏതൊരു ഫ്രണ്ട് ഒരു ബിഗ് ബോസിൽ കോമണറായിട്ടൊരു ഓഡീഷൻ അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂവിൽ ഒരു മോശം അനുഭവമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഇൻ്റർവ്യൂ ഒക്കെ കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെയാണ് പോയത്. പക്ഷെ മേ ബി എന്തുകൊണ്ടാണ് എനിക്കറിയാം, അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ അന്ന് ലൈക്ക് ഇനിഷ്യലി ഉള്ളൊരു ഇതിൽ അന്ന് വൈൽഡ് കാർഡ് എന്നുള്ളൊരു സൂചനയാണ് എനിക്ക് തന്നത്. അങ്ങനെ പറയുകയും ചെയ്തു. ഇപ്പോൾ ഒരുപാട് ചാനലിലൊക്കെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ചാനൽസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കോമണറായിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രി 2-3 ഒക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ എനിക്കൊന്ന് 6 പേരിൽ ഒരാൾ മാത്രമാണ് കോമണറായിട്ട് വൈൽഡ് കാർഡ് കയറിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം അൾട്ടിമേറ്റ്ലി ബിഗ് ബോസിൻ്റെ കോളാണ്. മേ ബി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ റോക്കിയുടെയും സിജോയുടെയും ഒക്കെ ഒരു അഭാവം, കാരണം ഇവർ രണ്ടുപേരും മേ ബി ബിഗ് ബോസ് ഉറ്റുനോക്കിയിരുന്ന 2 കണ്ടസ്റ്റൻസ് ആയിരുന്നിരിക്കും. ഇപ്പോൾ ഇവർ രണ്ടുപേരും അപ്രതീക്ഷിതമായി പുറത്ത് പോയപ്പോൾ അവർക്ക് ചേഞ്ച് ഓഫ് പ്ലാൻസ് ചെയ്യേണ്ടി വന്ന് കാണും. പ്ലാൻ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് റീലോഞ്ച് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയപ്പോൾ മേ ബി ഒരുപാട് പ്രൊഫൈൽസിന് ഓഡീഷൻ ചെയ്യുന്നില്ല, ഞാൻ മാത്രമല്ലല്ലോ. അപ്പോൾ എന്നെക്കാട്ടി ബെറ്റർ എന്ന് അവർക്ക് തോന്നിയ ആൾക്കാരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നുള്ള കാര്യം നമ്മൾ പറയണമല്ലോ. വിഷമമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട്. കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് കയറുമെന്ന് തന്നെയാണ് ഞാൻ അവസാന നിമിഷം വരെയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ബിഗ് ബോസ് വിളിക്കും, ബിഗ് ബോസിൻ്റെ കോൾ ഞാൻ അവസാനത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോഴും ബിഗ് ബോസിൻ്റെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒഫീഷ്യലായിട്ടുള്ള ഇത് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു പോയത്. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ഓഡീഷൻ സമയത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. നമ്മൾ അപ്പോഴേ നമ്മുടെ അടുത്തൊരു സ്ട്രേറ്റ് പരിപാടി പറയത്തില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും വൈൽഡ് കാർഡായിട്ട് ഒരു രീതിയിലായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെയും അങ്ങനെ അവിടുന്ന് നമുക്കൊരു ഇന്നർ ഇൻഫർമേഷനും ഒക്കെ നമുക്ക് അങ്ങനെ കിട്ടിയായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും ഈ സീസൺ ഇനിയിപ്പോൾ അങ്ങനെ ആരും ഇനി ഒരു എൻട്രി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരായി, 6 പേരെയാണ് ഇപ്പോൾ ഗേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു എൻട്രൻസ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എപ്പോഴും എല്ലാ സീസണിലേക്കും കുറേ പ്രൊഫൈൽസിനെ സെലക്ട് ചെയ്യും, കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്യും. അപ്പോൾ സെലക്ട് ചെയ്യാത്ത ആൾക്കാരെ അടുത്ത സീസണിലെ പ്രയോറിറ്റി ലിസ്റ്റിലോട്ട് കയറ്റും. അങ്ങനെ അതിൽ നിന്നായിരിക്കും ആ സീസണിൽ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് സീസൺ നോക്കാം, നമ്മൾ അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്പോൾ ഈ സീസൺ കിട്ടിയില്ല, ഇനി അടുത്ത സീസൺ നോക്കാം. കയറുന്നിടം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കാം. എപ്പോഴെങ്കിലും കയറിയാൽ നമുക്ക് അകത്ത് കയറി ഗെയിം കളിക്കാം എന്നുള്ളൊരു ഇതാണ്. കാരണം ബിഗ് ബോസ് ഇപ്പോൾ കുറേ പേര് ഈ വീഡിയോ കാണുന്നവർക്ക് പോയി എന്തിനാണ് ബിഗ് ബോസ് ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ബിഗ് ബോസ് ആരൊക്കെ എത്രയൊക്കെ ബിഗ് ബോസിനെ തള്ളി പറഞ്ഞാലും കളിയാക്കിയാലും ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ലെന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഒന്നുമല്ലാത്ത ഒരാളെ വെറും ഒരു 3 മാസത്തെ കാലയളവിൽ എന്തെങ്കിലുമൊക്കെ ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. ഒരു സെലിബ്രിറ്റി ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വെറും ഒരു 3 മാസത്തെ കാലയളവിൽ. അത് നമ്മളകത്ത് കയറി സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതനുസരിച്ചിരിക്കും നമ്മളെ ഗ്രോത്ത്. നമ്മളൊരു നോർമലി ഇപ്പോൾ തന്നെ ബിഗ് ബോസ് ജയിച്ച എല്ലാവരും അല്ല ഫേമസ്. ഇപ്പം തന്നെ സീസൺ 4 ദിൽഷ ജയിച്ചിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ജയിക്കുന്ന ആൾക്കാർ മാത്രമല്ല, നമ്മളെ ഷോയിൽ കയറിയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഓഡിയൻസിലേക്ക് നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊരു പ്രൊഫൈൽ വർദ്ധിക്കുകയാണ്, പുറത്തൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടുകയാണ്. അതുമൂലം നമുക്ക് ഒരുപാട് സിനിമയിൽ കയറാൻ പറ്റും, ഒരുപാട് ചാൻസസ് നമുക്ക് വരും. ആസ് എ പ്രൊഫൈൽ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ആൾക്കാരിലേക്ക് ഇറങ്ങുകയാണ്, കുറച്ചും കൂടെ ഒരു പ്രൊഫൈൽ ബൂസ്റ്റാണ് നമുക്ക്. അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമയിൽ എങ്ങനെയും നമുക്കൊരു അഭിനയിച്ചാൽ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സിനിമയിൽ നമ്മളൊന്ന് അഭിനയിച്ചായിരിക്കും നമുക്കൊരു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ക്ലിക്കായി നിൽക്കാൻ പറ്റുക. അത് തന്നെ ഒരു സിനിമയിൽ നമ്മളെ വിളിച്ച് അതിൽ അഭിനയിച്ച് അത് ഇറങ്ങി എല്ലാം കഴിയുമ്പോൾ എനിക്കൊന്ന് ലിറ്ററലി ഒരു 1-1.5 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ എടുക്കും. ഇത് വെറും 3 മാസം കൊണ്ടാണ്. നമ്മൾ ചെല്ലുന്നു, നമ്മളായിട്ട് ഇന്ന് ഗെയിം കളിക്കുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു സ്വീകരണവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു, നമ്മളുടെ ജീവിതമേ മാറി മറിയും.
അപ്പോൾ ഇതുപോലൊരു റിയാലിറ്റി ഷോ ലോകത്ത് തന്നെ വേറെ എവിടെയും ഇല്ല. ഇങ്ങനെ നമ്മളെ പെട്ടെന്ന് ഒരു സാധാരണക്കാരനെ പിടിച്ച് സെലിബ്രിറ്റി ആക്കുന്ന ഒരു പരിപാടി ലോകത്ത് വേറെ ഇല്ല. അത്രയ്ക്ക് പവറുള്ളൊരു ഷോ തന്നെയാണ് ബിഗ് ബോസ്. ആരൊക്കെ എന്തൊക്കെ കളിയാക്കിയാലും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നം പോലെയാണ്. അതേപോലെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ എനിക്ക് എത്താൻ പറ്റിയില്ല. എത്താൻ പറ്റി നമ്മൾ വിചാരിച്ചിരുന്നു. കാരണം ഞാൻ ഇപ്പോഴും അവസാനം കഴിഞ്ഞ ആഴ്ച ഒരു മിഡിൽ വരെ ഞാൻ അവസാനം ഹോപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ കിട്ടാനപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയില്ല, ഇനിയിപ്പോൾ അങ്ങനെ കോളൊന്നും വരത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്തൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ലല്ലോ, ഒരുപാട് പ്രൊഫൈൽസിനെ അവർ നോക്കുന്നതായിരിക്കുമല്ലോ. അവരെത്രയോ ആൾക്കാരായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ വരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് മുമ്പ് എപ്പോഴെങ്കിലും റിജക്റ്റ് ആയ ആൾക്കാരെ അവർ ചുമ്മാ ചെന്നൊന്ന് ലാസ്റ്റ് മിനിറ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അപ്പോൾ അവർ ഓക്കെ അടിയുമ്പോൾ അവരെ കയറ്റും. അങ്ങനെയൊക്കെ കയറ്റുന്നുണ്ട്. അവർക്കൊരു ഇന്ന ക്യാരക്ടറുള്ള ആൾക്കാരെ കയറ്റി വിടണമെന്ന് നമുക്കൊരു ഇത് കാണുമല്ലോ. അവരുടെ ഷോ ഡയറക്ടേഴ്സും അവരുടെ ടീമും മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഒരു ഐഡിയ കാണുമല്ലോ. അതനുസരിച്ചായിരിക്കുമല്ലോ അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വിഷമമുണ്ടെന്ന് വെച്ചാൽ വിഷമമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇനിയും ബിഗ് ബോസിൻ്റെ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങളിലേക്ക് എത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സീസണിലെ ബിഗ് ബോസിലേക്ക് കയറാൻ ഉള്ള ശ്രമം ഞാൻ തുടങ്ങുകയാണ് ഇന്ന് മുതൽ. ഞാൻ അടുത്ത സീസണിൽ കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ അകത്ത് കണ്ടസ്റ്റൻസ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് വന്ന വൈൽഡ് കാർഡെല്ലാം തന്നെയും സ്ട്രോങ് ആണ്. അവരെല്ലാം അങ്ങനെ വീക്കായിട്ട് ആരെയും കണ്ടില്ല. പ്രത്യേകിച്ച് സീക്രട്ട് ഏജൻ്റായി കയറിയിട്ടുണ്ട് സായി കൃഷ്ണ. പുള്ളിക്കാരനും ഇന്ന് തന്നെ ഇപ്പോൾ ജാൻമണിയായിട്ടൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ വൈൽഡ് കാർഡിൻ്റെ എൻട്രിയോട് കൂടി അവിടെ ഉള്ളവരൊന്ന് ഇളകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലൊരു ഗെയിം കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സീസൺ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ റേറ്റിംഗ് കയറുന്നുണ്ട്. ഇപ്പോൾ നല്ല ഗെയിമും കാര്യങ്ങളും ഒക്കെ പുറത്ത് വന്ന് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. കാരണം ഈ സീസൺ ഈ കാഴ്ച കണ്ടിട്ട് ഇച്ചിരി ടഫാണെന്ന് തോന്നുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ കിടന്ന് കളിക്കാനാണ് നമുക്കൊരു സുഖം. ചുമ്മാ ഇപ്പോൾ കഴിഞ്ഞ സീസൺ 5 ഇപ്പോൾ അഖിൽമാരാറിനൊക്കെ അപ്പോൾ അഖിലേട്ടനൊക്കെ വെറും കേക്ക് ഓക്കായിരുന്നു. ചുമ്മാ പുള്ളിക്കാരൻ പോയി ജയിച്ചു. ആദ്യത്തെ 10-25 ദിവസം കഴിഞ്ഞപ്പോഴേ പുള്ളി വിന്നറാണെന്ന് എല്ലാവർക്കും അറിയാം. പുള്ളി വേറെ ഈ ഫിസിക്കൽ അസോൾട്ട് അങ്ങനെയൊന്നും ചെയ്ത് പുറത്തായില്ലെങ്കിൽ പുള്ളിക്കാരൻ തന്നെയാണ് ജയിക്കുന്നതെന്ന് ആദ്യമേ അറിയുന്നത്. അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പം അങ്ങനത്തെയൊക്കെ സീസണിൽ പോയി നിന്നിട്ട് നമ്മൾ ജയിച്ചത് വലിയ കാര്യമില്ല. അല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൾക്കാരുള്ള സീസണിൽ കയറി ജയിച്ചാലാണ് നമുക്ക് പുറത്ത് ഇത്രയും ഒരു രീതിയിൽ വളർന്നു വരാൻ പറ്റുന്നത്. അപ്പം എന്തായാലും ഇതാണ് എൻ്റെ എൻ്റെ എൻട്രിയെ പറ്റിയുള്ളൊരു കാര്യം ഞാൻ പറയാൻ വന്നതാണ്. അപ്പം ഇനി ഈ സീസണിലേക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു എൻട്രൻസ് കാണുമെന്നോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ സിജോ തിരിച്ച് വരുമെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം ഇത്ര 6 പേരെ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സിജോ തിരിച്ച് വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ രതീഷ് ചേട്ടനെ ഞാൻ വിചാരിച്ചു പുള്ളിയെ മിക്കവാറും ഒരു സെക്കൻഡ് എൻട്രി കൊടുക്കുമെന്ന്. പക്ഷേ അതിനും ചാൻസ് കുറവാണ്. മെയിൻ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആദ്യമേ ഇന്നർ ഇൻഫർമേഷനൊക്കെ അങ്ങനെ ആയിരുന്നു, പുള്ളിയെ ഇനിയും തിരിച്ച് കയറ്റാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഈ റോക്കി സിജോയുടെ ഒരു കേസ് വന്നതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് അണഞ്ഞ പോലെ ആയല്ലോ. അപ്പോൾ അത് നമുക്കറിയാം. അതിന് ശേഷമുള്ള 2 ആഴ്ച ഫുള്ള് ജിൻഡോയുടെ കാര്യങ്ങളാണ് ബിഗ് ബോസ് മൊത്തം ഓടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം മൊത്തത്തിൽ അങ്ങ് അണഞ്ഞു ബിഗ് ബോസ്. പിന്നെ അതുകൊണ്ടായിരിക്കും അവർ ഒന്നും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് റീലോഞ്ചാണ് ഇപ്പോൾ നിലവിൽ ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ ഓൾ ടുഗദർ ഒരു പുതിയ വൈബായിട്ടുണ്ട് വീട്ടിനകത്ത്. എന്തായാലും നോക്കാം ഇനി എന്തോ ചെയ്യുമെന്നുള്ളത്, ഇനി എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. എന്തായാലും എനിക്ക് ബിഗ് ബോസിനെ അങ്ങനെ കുറ്റം പറയാൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല. കാരണം അൾട്ടിമേറ്റ്ലി അത് അവരുടെ കോളാണ് ആരെടുക്കണം. ഇപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്തെന്ന് കരുതി അല്ലെങ്കിൽ നമ്മളെ വിളിച്ചെന്ന് കരുതി അല്ലെങ്കിൽ നമ്മളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് സോറി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമാണ്. ആരെ കയറ്റണം ആരെ ഇറക്കി ഇടണം എന്നുള്ള എല്ലാം അവരെ തീരുമാനിക്കുന്നത്. നമുക്ക് എത്തിപ്പെടാൻ പറ്റും. വൺസ് എത്തിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്തുന്നിടം വരെ നമുക്കൊരു ഭാഗ്യവും പിന്നെ അവരുടെ കരുണയും കാര്യങ്ങളൊക്കെ വേണം. എന്തായാലും ഇത്തവണ എനിക്ക് സാധിച്ചില്ല. നെക്സ്റ്റ് ടൈം, അല്ലെങ്കിൽ ഈ സീസൺ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നോക്കാം. അപ്പോൾ എന്തായാലും ഇനിയും വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഞാൻ വേറെയും കാര്യങ്ങൾ വഴിയൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.